നമുക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ ഒരു ക്ലീൻ ഫേസ്, പിമ്പിൾസ് ഒന്നും ഇല്ലാത്ത. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പിമ്പിൾസ് വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണത്തെക്കുറിച്ചാണ്. നിങ്ങൾക്ക് പിമ്പിൾസ് ഉണ്ടാവാനുള്ള ഏറ്റവും വലിയ റീസൺ നിങ്ങളെ സെക്കൻഡ് ബ്രെയിനിൻ്റെ ഇഷ്യൂസ് ആണെന്നുള്ളത് എത്ര പേർക്ക് അറിയാം? ഫസ്റ്റ് ബ്രെയിൻ എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. സെക്കൻഡ് ബ്രെയിൻ എന്ന് ഉദ്ദേശിച്ചത് ആപ്സിനെയാണ്. ആപ്സ് സംബന്ധമായിട്ടുള്ള, അതായത് വയർ സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ പിമ്പിൾസ് നന്നായിട്ട് വരും. ഈ പിമ്പിൾസ് ഇങ്ങനെ ഇല്ലാണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം സോൾവ് ചെയ്യേണ്ടത് ആപ്സിൻ്റെ ഇഷ്യൂസിനെ തന്നെയാണ്. ആപ്സ് നന്നാവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ആപ്സ് നന്നാവണം എന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് നിങ്ങൾ നല്ലൊരു ബാലൻസ്ഡ് ഡയറ്റ് സിസ്റ്റം ഫോളോ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പം പ്രത്യേകിച്ച് പിമ്പിൾസ് ഉള്ള ആളുകൾ വൈറ്റമിൻ സി കണ്ടൻ്റ് ഉള്ള, അതായത് നെല്ലിക്ക, പപ്പായ, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടല്ലോ, ക്യുക്കുംബർ, പിന്നെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തണം. ഇങ്ങനെ ഉൾപ്പെടുത്തുമ്പോഴാണ് ക്ലെൻസിങ് നല്ല രീതിയിൽ നടക്കുകയുള്ളൂ. ഇങ്ങനെ ക്ലെൻസ് ആകുമ്പോൾ ടോക്സിൻസ് ഒക്കെ വയറിന്ന് നല്ല രീതിയിൽ എലിമിനേറ്റ് ചെയ്തിട്ട് ആപ്സിന് നല്ല കൂളിംഗ് എഫക്റ്റ് കിട്ടി ഫേസ് നല്ല ഗ്ലോ ആയിട്ടിരിക്കാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇതിലുള്ള ഈ സപ്ലിമെൻറ്റുകൾ. അത് നിങ്ങൾക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് സപ്ലിമെൻറ്റുകൾ നിങ്ങൾക്ക് ആഡ് ചെയ്യുക വേണമെന്നുണ്ടെങ്കിൽ. വയറ് നന്നാവാനുള്ള രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൊല്യൂഷനാണ് നിങ്ങൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് നന്നായിട്ട് ചവച്ചരച്ച്, അതായത് ചൂ ചെയ്ത് കഴിക്കുക എന്നുള്ളത്. ഇങ്ങനെ ചൂ ചെയ്ത് കഴിക്കുമ്പോൾ സലൈവ നിങ്ങളെ ഫുഡുമായിട്ട് മിക്സ് ചെയ്തിട്ട് നിങ്ങളെ വയറിലെത്തുന്ന സമയത്ത് അത് ഈസി ആയിട്ട് ദഹനത്തിന് സഹായിക്കും. ലോകത്തിലെ ഏറ്റവും വലിയ വിലപിടിപ്പുള്ള മെഡിസിൻ ശരിക്കും ദഹനത്തിലുള്ളത് നിങ്ങളെ കയ്യിൽ തന്നെയാണുള്ളത്. അതുതന്നെയാണ് നിങ്ങളെ സലൈവ, അതായത് ഉമിനീര്. അപ്പോൾ ഇത് ഫുഡായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ദഹനം ഫാസ്റ്റായിട്ട് നടക്കാനും നല്ല ഹെൽത്തി ആയിട്ട് നിങ്ങളെ ആപ്സ് നിൽക്കും. ആപ്സ് നല്ല ഹെൽത്തി ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് അസുഖങ്ങൾ നിങ്ങൾക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ പ്രിവെൻറ്റ് ചെയ്യൽ മാത്രമല്ല, ആപ്സ് നന്നായി കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ ഗ്ലോ നിങ്ങളെ ഫേസിന് കിട്ടും ചെയ്യും. പിന്നെ നിങ്ങൾ ഈ ഫുഡ് കഴിക്കുമ്പോൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഒരു ബൈറ്റിന്, ഈ ഫുഡാണെങ്കിലും വെള്ളമാണെങ്കിലും ജ്യൂസ് ആണെങ്കിലും 30 to 34 ടൈംസ് എങ്കിലും ഒരു ബൈറ്റ് ചൂ ചെയ്യാൻ ട്രൈ ചെയ്യണം. അത് മെല്ലെ മെല്ലെ പതിയെ പ്രാക്ടീസ് ചെയ്താൽ ഈസി ആയിട്ട് നടക്കും. പിന്നെ ഫുഡ് കഴിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നിങ്ങൾ 1/3, അതായത് 1/3 ഭാഗം ഫുഡ് കഴിക്കാൻ വേണ്ടി നിങ്ങൾ ട്രൈ ചെയ്യുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാലും വയറ് നല്ല ഈസി ആയിട്ട് നിങ്ങൾക്ക് ഒരു കാമായിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇനി മൂന്നാമതായിട്ടുള്ള സൊല്യൂഷൻ നിങ്ങളെ ആപ്സ് വയറ് നന്നാക്കാനായിട്ടുള്ളതെന്ന് വെച്ചാൽ വർക്കൗട്ട്സുകളാണ്. ജനറൽ വർക്കൗട്ട്സ് എല്ലാവരും ചെയ്യാവുന്നതാണ്. പക്ഷേ നിങ്ങൾ പ്രത്യേകിച്ച് മുഖക്കുരുള്ള ആളുകൾ ചെയ്യേണ്ടത് വെച്ചാൽ ആപ്സിന് നല്ല രീതിയിലുള്ള എക്സസൈസ് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. ഇങ്ങനെ നിങ്ങൾ ആപ്സിനുള്ള വർക്കൗട്ട്സ് ഒക്കെ ചെയ്ത് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡൈജസ്റ്റീവ് ഇഷ്യൂസിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറി ഡൈജസ്റ്റീവ് പവർ കൂടും. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ കഴിക്കുന്ന ഫുഡ് നല്ല രീതിയിൽ അബ്സോർപ്ഷനും എലിമിനേഷനും നടക്കും. സോ നിങ്ങൾ ഈ മുകളിൽ പറഞ്ഞ 3 കാര്യങ്ങളും, അതായത് നിങ്ങളുടെ ഡയറ്റ് നന്നായിട്ട് ചൂ ചെയ്ത് കഴിക്കുക, അതുപോലെ തന്നെ ആപ്സിനുള്ള സ്പെഷ്യൽ വർക്കൗട്ട്സ്, ഇതൊക്കെ ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വയറ് സംബന്ധമായിട്ടുള്ള ഇഷ്യൂ കൊണ്ടുള്ള പിമ്പിൾസ് വരുന്നത് നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രിവെൻറ്റ് ചെയ്ത് നല്ല ഗ്ലോയിങ് ആൻഡ് ഹെൽത്തി സ്കിന്നായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും.